സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻതൊഴുത്തിലേക്ക് വാതിൽ കൂടി പ്രവേശിക്കാതെ മറ്റു ഭാഗങ്ങളിലൂടെ കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലിലൂടെ പ്രവേശിക്കുന്നവനാണ് ആടുകളുടെ ഇടയൻ. വാതിൽ കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദത്തെ അനുസരിക്കുകയും അവൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും അവയെ പുറത്തു കൊണ്ടുപോകുകയും ചെയ്യും. ആടുകളെ പുറത്തിറക്കിയ ശേഷം അവൻ അവയ്ക്ക് മുമ്പേ നടക്കും. ആടുകൾക്ക് അവൻ്റെ ശബ്ദം തിരിച്ചറിയാവുന്നതുകൊണ്ട് അവൻ്റെ സ്വന്തം ആടുകൾ അവൻ്റെ പിന്നാലെ പോവുകയും ചെയ്യും. എന്നാൽ ആടുകൾ അന്യൻ്റെ പിന്നാലെ പോവുകയില്ല. അന്യൻ്റെ ശബ്ദം അവയ്ക്ക് അറിഞ്ഞുകൂടാത്തതിനാൽ അവൻ്റെ അടുക്കൽ നിന്നും ഓടി അകലുന്നു. ഈ ഉപമകർത്താവ് അവരോട് പറഞ്ഞു. എന്നാൽ അവരോ താൻ എന്താണ് അവരോട് സംസാരിച്ചതെന്ന് ഗ്രഹിച്ചില്ല. വീണ്ടും യേശു തമ്പുരാൻ അവരോട്, സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാകുന്നു ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വരുന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു, എന്നാൽ ആടുകൾ അവരെ ശ്രദ്ധിച്ചില്ല. ഞാനാകുന്നു വാതിൽ. ഒരുവൻ എന്നിലൂടെ പ്രവേശിച്ചാൽ ജീവിക്കും. അവൻ അകത്ത് കിടക്കുകയും പുറത്തിറങ്ങുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. കള്ളൻ മോഷ്ടിപ്പാനും കൊല്ലുവാനും നശിപ്പിക്കാനും അല്ലാതെ വരുന്നില്ല. ഞാൻ വന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവനെ സമർപ്പിക്കുന്നു. എന്തെന്നാൽ കൂലിക്കാരൻ ഇടയനല്ലാത്തതിനാലും ആടുകൾ അവൻ്റെ സ്വന്തമല്ലാത്തതിനാലും ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ വിട്ടിട്ട് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് ആടുകളെ പിടിക്കുകയും ആട്ടിൻകൂട്ടത്തെ ചിതറിക്കുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനാകയാലും ആടുകളെക്കുറിച്ച് അവന് കൂടുതൽ കരുതലില്ലാത്തതുകൊണ്ടും കൂലിക്കാരൻ ഓടിപ്പോകുന്നു. ഞാനാകുന്നു നല്ല ഇടയൻ. എൻ്റേതിനെ ഞാൻ അറിയുകയും എനിക്കുള്ളവയാൽ ഞാൻ അറിയപ്പെടുകയും ചെയ്യുന്നു. ആകയാൽ എൻ്റെ പിതാവ് എന്നെ അറിയുകയും ഞാൻ എൻ്റെ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ തന്നെ ഈ തൊഴുത്തിൽ ഉൾപ്പെടാതെ വേറെ ആടുകളും എനിക്കുണ്ട്. അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കുകയും അങ്ങനെ എല്ലാവരും കൂടി ഒരേ ആട്ടിൻകൂട്ടവും ഒരിടയനുമായി തിരിക്കും നമ്മുടെ കർത്താവ് താൻ കൽപ്പിച്ചരുളി ചെയ്തു. യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവയായി മലങ്കര മെത്രോപ്പൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ബെയ്റൂത്ത് അച്ചാനെ സെമിനിസ് കത്തീഡ്രലിലാണ് ഈ ചടങ്ങുകൾ ഇപ്പോൾ നടക്കുന്നത്. ഇഗ്നാത്യൂസ് അപ്രേന്തുദ്ദീയൻ പത്രികേസ് ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കുകയാണ്. ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് പ്രഥമൻ ബാവ എന്ന പേരിലാകും ഇനി മാർ ഗ്രിഗോറിയോസ് അറിയപ്പെടുക എന്നും മനസ്സിലാക്കുന്നു. ജോസഫ് പ്രഥമൻ ബാവ, ശ്രേഷ്ഠ കത്തോലിക്ക ബസേലിയോസ് ജോസഫ് പ്രഥമൻ ബാവ എന്ന ആയിരിക്കും അദ്ദേഹത്തിന്റെ ഇനിയുള്ള പേര്. അതോടൊപ്പം ഈ ബസേലിയോസ് എന്നത് കാത്തോലിക്കയുടെ സ്ഥിരനാമമാണ് എന്ന് നമുക്കറിയാം. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. സെയിന്റ് ജോർജ് കത്തീഡ്രൽ കരിങ്ങാച്ചിറയിൽ നിന്നും നമുക്ക് വിശദാംശങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫാദർ ടിജോ മാർക്കോസ് ആണ് നമ്മോടൊപ്പം ചേരുന്നത്. ഓവർ ടു ഫാദർ ടിജോ മാർക്കോസ്. ലെബനോനിലെ അച്ചാനിൽ വെച്ച് നടക്കുന്ന ശ്രേഷ്ഠ കാതോലിക്ക വാഴ്ചയുടെ അതിന്റെ അവസാന ഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇടയത്ത ശുശ്രൂഷയെ അനുസ്മരിച്ചുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് നവാഭിഷിക്തനായ ശ്രേഷ്ഠ കാതോലിക്ക അബൂമ ബസേലിയോസ് ജോസഫ് ബാവ ഏവൻഗേലിയോൻ വായിച്ച് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഈ സ്ഥാനാരോഹണ വാർഷികത്തിന്റെ ശുശ്രൂഷ നടക്കുവാനായിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. സ്ഥാനചിഹ്നങ്ങളായ 3 മാലകൾ നൽകി അതുപോലെ ഏവൻഗേലിയോൻ വായിച്ച് ഇടയത്തെ ശുശ്രൂഷയെ ഉറപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഷൽമൂസോ എന്ന് പറയുന്ന ഉടമ്പടി പരിശുദ്ധ പത്രികേസ് ബാവയ്ക്ക് സമർപ്പിച്ചിട്ടിരിക്കുന്നു. അത് നൽകുന്നത് അന്തോക്യ വിശ്വാസത്തോട് കൂറും വിധേയത്വവും പുലർത്തുമെന്നും പരിശുദ്ധ സിംഹാസനത്തോട് എന്നും വിധേയത്വത്തോടുകൂടി മലങ്കരയിൽ ശുശ്രൂഷിക്കുമെന്നുള്ള ഉടമ്പടിയാണ് ഇതിനു മുമ്പ്
ശ്രേഷ്ഠ കാതോലിക്ക അബൂന്മർ ബെസേലിയോസ് ജോസഫ് ബാവ വായിച്ച് സമർപ്പിക്കുകയും പത്രികീസ് ബാബയുടെ സന്നിധിയിൽ അത് സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തത്. ഇപ്പോൾ അതിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി മിച്ചമുള്ളത് സിന്ത്രോണി ശുശ്രൂഷയാണ്. അത് കൂടെ മാത്രമാണ് ഇനി ബാറക്കുമോർ നാം എല്ലാവരും ദൈവിക വഴിയുടെ വിജയത്തിന് യോഗ്യരായി തീരുവാൻ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. شمالا بارت رحم علينا مشيحه الهادي له